എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലേനു. സോൾ കണക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ 3 പയലിൽ ഒരു പയൽ സെലക്ട് ചെയ്യുക. പയൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നടക്കുമെന്നാണ് നമുക്ക് റീഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളൊരു അഭിമുഖത്തിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂ നിങ്ങൾ പാസ്സാകും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും അതെല്ലാം ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു ടൈമാണ്. നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു മാറ്റം വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിൽ നിന്നൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. പയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ നിങ്ങളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലേക്കൊരു പ്ലാനിങ്ങിലാണ്. ആ പ്ലാനിങ്ങിന് വേണ്ടി നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പോവുകയാണ് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ചില ആൾക്കാർക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് അവരെടുത്തിട്ടുണ്ടാവും. ചില ആൾക്കാർ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനോട് പറ്റിയൊരു ടൈമാണിപ്പം. അപ്പം നിങ്ങൾ ഫ്യൂച്ചർ ഓറിയൻ്റായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളുണ്ടാവും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇന്നപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആകാം, എന്തെങ്കിലും. ഇപ്പം നിങ്ങൾക്ക് ചിലവർക്ക് വീടാകാം. ഇങ്ങനെ നമ്മൾ ഫ്യൂച്ചറിൽ ഓരോരുത്തർക്ക് ഓരോ പ്ലാൻ ഉണ്ടാകും. അപ്പം അതിനുവേണ്ടി ഫസ്റ്റ് ആക്ഷൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളിപ്പോൾ എടുക്കുന്നു എന്നതാണ്. അപ്പം അല്ലെങ്കിൽ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ടൈമാണിപ്പം. അപ്പം നിങ്ങൾക്ക് അതിനുള്ള ഒരു ടൈമായിട്ടാണ് സാധിക്കുന്നത്. ആ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ പ്ലാനിലേക്ക് നിങ്ങൾ ആ പ്ലാനിങ് വർക്കൗട്ട് നിങ്ങൾ ഒരു ആത്മനിയന്ത്രണം കൈവരിക്കേണ്ട സമയമായിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കാം. കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ആണെങ്കിലും ഭയങ്കര ഇതിലേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങളെപ്പോഴും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു വീക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ആത്മനിയന്ത്രണം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണം. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാവും. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പം അതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ എന്താ പറയുക, ഇമോഷണൽ ആണെങ്കിൽ ഭയങ്കര ഇമോഷണൽ, അല്ലെങ്കിൽ അപ്പം ഏത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഇച്ചിരി കൂടുതലാണ് എല്ലാം. ഇമോഷണലാണ്, ഡെപ്ത് കൂടുതലാണ്. അപ്പം നമ്മൾ അത്രയത്തിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ അതിനെയെല്ലാം സന്തുലിതമായിട്ടൊരവസ്ഥ, അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യകതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ലൈഫിൽ ഇതിനെയെല്ലാം ബാലൻസ് ചെയ്യുവാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആൾക്കാർ നിങ്ങൾ